നാം കഴിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുണ്ട്. എന്നാൽ ഇതിൽ ചില ഫുഡുകൾ മറ്റ് ചില ഫുഡുകളുമായി ഒത്തുചേർന്ന് കഴിക്കുന്നത് നല്ലതല്ല. ഇതിനെയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടാവില്ല. ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലുള്ള വിരുദ്ധാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബീഫും പാലും. പൊറോട്ടയുടെ കൂടെ ബീഫൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എന്നാൽ ഒരിക്കലും ബീഫും പാലും കൂടെ ഒരുമിച്ച് കഴിക്കരുത്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അടുത്തത്, ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ നല്ല മോരുകറി ഉണ്ടെങ്കിൽ എന്ത് സ്വാദായിരിക്കും. ഒപ്പം മീൻ വറുത്തതല്ലെങ്കിൽ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മുടെ ദഹനത്തെ നല്ല പോലെ ബാധിക്കും മീനും മോരുകറിയും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ. ഇറച്ചിയും മീനും കേൾക്കാനും പറയാനും നല്ല കോംബോ അല്ലേ? പക്ഷേ അത്ര നല്ലതല്ല. പറഞ്ഞു വന്നത് ഇത് രണ്ടും വിരുദ്ധാഹാരങ്ങളാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ് ഫ്രൂട്ട്സ്. ഫ്രഷ് ഫ്രൂട്ട് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതാണ് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ. ഇതിനോടൊപ്പം മത്തിക്കറി കഴിക്കുന്നത് അത്ര നല്ലതുമല്ല കേട്ടോ. തേൻ ചൂടാക്കി കഴിക്കുന്നതും ചൂടുള്ള ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതും അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ചൂടുള്ള ആഹാരത്തോടൊപ്പം മദ്യവും തൈരും ഉപയോഗിക്കാനും പാടില്ല. കടുകെണ്ണയിൽ കൂൺ വേവിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള മാംസങ്ങൾ ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മട്ടനോടൊപ്പം ഒരിക്കലും ഒരുമിച്ച് ചേർത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് എള്ള്, തേന്, ഉഴുന്ന്. അതുപോലെ തന്നെയാണ് ചെമ്മീനും കൂണും. അതൊരിക്കലും ഒരുമിച്ച് കഴിക്കാനേ പാടില്ല. എനിക്കറിയാവുന്ന വിരുദ്ധാഹാരങ്ങളുടെ ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത്ര മാത്രമല്ല, ഇനിയുമുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.